മലയാളികളുടെ സ്വന്തം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും. തരുൺമൂർത്തിയും ലാലേട്ടനുമായിട്ടുള്ള കോംബോ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തരുൺമൂർത്തി ഒരു ഫാൻ ബോയ് സംഭവം ചെയ്ത് ഇത്രയും ഗംഭീരമാക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ കാശ് മുടക്കിയാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. തുടക്കം തന്നെ അത്രയും ഗംഭീരമായിരുന്നു. തരുൺമൂർത്തി എന്ന സംവിധായകന്റെ പടം ഇതിന് മുമ്പ് വന്ന പുള്ളിയുടെ ഓപ്പറേഷൻ ജാവയാണെങ്കിലും സൗദി വെള്ളൊക്കെയാണെങ്കിലും ഭയങ്കര ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളി മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അത് എന്തുമാത്രം ഗംഭീരമാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ പുള്ളി ഒരു ഫാൻ ബോയ് പടം എടുക്കുന്നു എന്നുള്ളത് ഇരിക്കുന്നതും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ആ പ്രതീക്ഷിച്ചതിൻ്റെ എല്ലാം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പടം ഒരു സാധാരണ പടമായിട്ടാണ് വന്നത്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് കണ്ടമാനം പ്രതീക്ഷിക്കാതെ പടത്തിന് പോവുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് സിനിമ കണ്ടു കഴിയുമ്പം ഒരു പ്രേക്ഷകർക്കും സിനിമ കണ്ട ഒരു നഷ്ടമായിട്ടൊന്നും തോന്നത്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. പടം തുടക്കം തന്നെ ഒരു ഗംഭീര തുടക്കമായിരുന്നു. നല്ലൊരു ഇഷ്യൂ ബേസ്ഡ് സിനിമയാണ്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ബേസ്ഡ് സിനിമയാണ്. അങ്ങനെ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് കാണിച്ചാണ് സിനിമയുടെ തുടക്കം തന്നെ. ആ തുടക്കം തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ സിനിമയിൽ സ്റ്റക്കായി പോകും. അവിടുന്ന് പടം തുടങ്ങി പിന്നെ അതൊരു ഫാമിലി പടമായിട്ട് മാറുകയാണ്. ആ ഫാമിലി പടം ഒരു അരമണിക്കൂർ ആ ഒരു ഫീൽഡിൽ നാട്ടുമ്പുറവും കുടുംബവും ഒക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ തുടക്കത്തിലൊരു പാട്ട് വരുന്നുണ്ട്. നല്ല പാട്ടാണ്, നല്ല ഫീലാണ് ആ സിനിമയും. തുടക്കത്തിൽ ആ പാട്ടോടുകൂടി സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഒക്കെയുള്ള ആ ഫ്ലോയും ആ പാട്ടൊക്കെ നല്ല രസമായിരുന്നു. സിനിമ തിയേറ്ററിൽ നിന്ന് കാണാനും അത് അനുഭവിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് ടൈറ്റിലിൽ ലാലേട്ടൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ കടുത്ത ആരാധകർക്കൊക്കെ അത് കാണാനായിട്ട് കണ്ണിക്കൂടി വെള്ളം വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയ്ക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീല് തന്നൊരു ഗംഭീര തുടക്കമായിരുന്നു. അവിടെ നിന്ന് അങ്ങ് പടം തുടങ്ങി അതൊരു ഫാമിലി പടമായിട്ട് അങ്ങ് പോയി ഒരു അരമണിക്കൂർ കഴിയാനായിട്ട് പെട്ടെന്ന് അങ്ങ് പടത്തിൻ്റെ ഗ്രാഫ് അങ്ങ് മാറുവാണ്. പെട്ടെന്ന് അതൊരു ത്രില്ലർ മോഡിലേക്ക് പടം അങ്ങ് പോവുകയാണ്, ചേഞ്ച് ആവുക. അപ്പോൾ ഈ ചേഞ്ച് ആകുന്നത് നമുക്കതൊട്ടും ഒരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ അതൊട്ടും ഒരു ഡയറക്ഷൻ്റെ ഫോൾട്ടോ ഒന്നും അവിടെ വന്നിട്ടില്ല. ആ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് വളരെ കൃത്യതയോടുകൂടി സ്ക്രിപ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, വളരെ കൃത്യതയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ആ മാറ്റം സിനിമയുടെ ഫ്ലോയ്ക്ക്, ആ ഫീലിനുള്ള ഫ്ലോയ്ക്ക് ഒട്ടും മോശം അനുഭവം നമുക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്കും കറക്റ്റായിട്ടുള്ള ഒരു ഡെപ്തിൽ വന്ന് പെട്ടെന്ന് ആ ചേഞ്ചിൽ ത്രില്ലർ മോഡിലേക്ക് പെട്ടെന്ന് മാറി. പിന്നെ ഇന്റർവെല് വരെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് സീറ്റ് എഡ്ജഡായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ഐറ്റമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തരുൺമൂർത്തി എന്ന ഡയറക്ടർക്ക് പ്രത്യേക ഒരു കയ്യടി കൊടുക്കണം. അത്രയ്ക്കും ഗംഭീരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റ് എഡ്ജഡ് ആയിട്ട് ഇരുന്ന് പോകുന്ന ഒരു ഗംഭീര ഇന്റർവെൽ പഞ്ചോടുകൂടി ആ ഫസ്റ്റ് ഹാഫ് അത് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ തീരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നവർക്ക് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും പടം കസറിയിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പായിട്ടും മനസ്സിലാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് വീണ്ടും പടത്തിന് പെട്ടെന്നൊരു ചേഞ്ച് വരിക. അത്രയും നേരം ത്രില്ലർ മോഡിക്ക് പോയിക്കൊണ്ടിരുന്ന പടം പെട്ടെന്ന് അങ്ങോട്ടൊരു മിസ്റ്ററി ത്രില്ലറിലേക്ക് മാറുക. അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു ഫോൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമയ്ക്ക് അത് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു മിസ്റ്ററിയാണ്. അത് ചില ഭാഗത്ത് നമുക്കൊരു ദൃശ്യം ഫീല് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും മൊത്തത്തിൽ സിനിമയെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിയാൻ നേരത്ത് അതൊരു കോപ്പിയടി എന്നോ അല്ലെങ്കിൽ അതൊരു ഫോൾട്ട് എന്നോ പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് ഈ ഓരോ കഥാപാത്രങ്ങളുടെയും രീതികൾക്കും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ സ്റ്റാറിനെ ഉപയോഗിക്കുന്ന രീതി വെച്ച് നമ്മൾ നോക്കുമ്പം ആ ഒരു മിസ്റ്ററി അവിടെ കൊണ്ടുവന്നത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ഈ പടം മൊത്തം മിസ്റ്ററി ത്രില്ലറിലേക്ക് മാറും. നമ്മൾ അവിടെയും പ്രേക്ഷകരെ പിടിച്ചിരുന്നതിനോടൊപ്പം തന്നെ അത്രയും നേരം അടങ്ങി നിന്ന മോഹൻലാലിനെ, അത്രയും നേരം ലാലേട്ടനെ നമ്മളൊരു പഴയ ഒരു നിഷ്കളങ്കതയും ആ ഒരു കോമഡിയും രീതിയിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ലാലേട്ടനെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പടത്തിൻ്റെ അകത്ത് മോഹൻലാലിനെ അങ്ങ് സെന്റിമെന്റ്സ് ഒക്കെ കയറ്റി പിന്നെ അങ്ങോട്ട് ഒരു ഇരച്ചു കയറുന്നൊരു പോരാളിയായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ സംവിധായകൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്നാണ് ആക്ടറിനെ പുള്ളി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ലെവലിൽ. അതെന്റെ പൊന്നോ, ലാലേട്ടൻ ആരാധകർക്ക് തിയേറ്റർ ഇളക്കി മറിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് ക്ലൈമാക്സിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ലാലേട്ടാ, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നതാണെന്നുള്ളത് കണ്ട് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോഴും രോമം എണീറ്റ് നിൽക്കുക. അമ്മാതിരി ഫൈറ്റ്. എടുത്ത് പറയേണ്ടത് ജേക്സ് ബിജോയ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ഫൈറ്റിന് പക്കാ സാധനം അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇന്റർവൽ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ആ ഫൈറ്റും സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകുന്ന കാര്യമാണ്.
എന്നാലും ആവേശത്തിന് പുറത്തങ്ങ് പറയുകയാണ്. അമ്മാതിരി ഐറ്റോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയ്ക്ക് ഒരു പ്രത്യേക കയ്യടി കൊടുക്കണം. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് ജോർജ് എന്ന പോലീസുകാരന്റെ വേഷം ചെയ്ത പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആക്ടർ. എന്നെ മനുഷ്യനെ ഇവിടെ എന്നെ അഭിനയമാണ് പുള്ളി ചെയ്ത് വെച്ചത്. എന്നെ തകർത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ മനുഷ്യനൊക്കെ ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇജാതി അഭിനയം, ഗംഭീര പെർഫോമൻസ്. അതുപോലെ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് തോന്നിയ ഒരു മനുഷ്യനാണ് ബിനു പപ്പു. എന്റെ പൊന്നോ, കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആക്ടറുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് തോന്നത്തില്ല. ഈ സിനിമ കാണുമ്പോൾ അത് പുള്ളി ഇത് പപ്പുവിന്റെ മകൻ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ച് ഈ സിനിമയ്ക്കകത്ത് അമ്മാതിരി പെർഫോമൻസ്, ഒരു രക്ഷയില്ല, അമ്മാതിരി പെർഫോമൻസ്. അപ്പൊ ഈ തരുമൂർത്തിൻ്റെ അത് ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രം മോഹൻലാൽ സംഭവമാണെ പോലും അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സംവിധായകൻ കാണിച്ച വേറൊരു ഡീസൻസി എന്ന് പറയുന്നത്. ലാലേട്ടന് മാത്രമല്ല, ബാക്കിയുള്ളവർക്കെല്ലാം കൃത്യം സ്പേസ് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം പെർഫോമൻസ് ചെയ്ത് നിറഞ്ഞാടാനുള്ള ഇഷ്ടം പോലെ ടൈമും കൊടുത്തിട്ടുണ്ട്. ആ ടൈമിംഗ് ആണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വന്ന ഏറ്റവും വലിയ കൈയടിക്കേണ്ട കാര്യം. കാരണം ലാലേട്ടന് പെർഫോം ചെയ്യാനുള്ള ടൈം, സ്പേസ് ഒരു സ്ഥലത്ത്, അതിൻ്റെ ഇടയിൽ ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ്, അങ്ങനെ എല്ലാവർക്കും. നമ്മൾ ജയിലർ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അതിൻ്റെ അകത്ത് രജനി സാറിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ വിനായകനും എല്ലാം കൊടുത്തപ്പോഴാണ് ആ സിനിമ അത്രയും ഒരു പെർഫെക്റ്റ് ഒരു കൊമേർഷ്യൽ സിനിമയായി മാറിയത്. അങ്ങനെ ഒരു കൊമേർഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമാണ് സെക്കൻഡ് ഹാഫിലേക്ക് പടത്തിലേക്ക് ഇങ്ങ് വന്നു ചേരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്ലാസ് ആയിട്ട് തുടങ്ങിയ ഒരു ത്രില്ലർ പടത്തിലേക്ക് പോയി, പിന്നീട് അതൊരു മിസ്റ്ററി ത്രില്ലറിലേക്ക് മാറി, പിന്നെ മൊത്തത്തിലൊരു കൊമേർഷ്യൽ ഫീലും എല്ലാം കൂടി വന്ന് എല്ലാ ചേരുവകളും ചേർന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ചാണ്. എവിടെയൊക്കെയോ അദ്ദേഹം പാളിപ്പോയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ തുടരെയുള്ള പരാജയപ്പെടുത്തുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകരുടെ തന്നെ വീണ്ടും അദ്ദേഹം തലവെച്ച് അദ്ദേഹം വീണ്ടും പരാജയത്തിന്റെ നെടുക്കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ സമയങ്ങളിൽ, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ മലയാള സിനിമ തന്നെ നശിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ താഴ്ന്നുപോയ കാലഘട്ടങ്ങളിലും മലയാള സിനിമ തന്നെ നശിച്ചു പോയൊരു കാലഘട്ടങ്ങളിലും ഒരു പുതിയ വെളിച്ചമായിട്ട് വന്നൊരു പടമായിരുന്നു ട്രാഫിക് എന്ന് പറഞ്ഞ പടം. ആ ട്രാഫിക് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പിന്നീട് പുതിയ സംവിധായകരുടെയും പുതിയ ടെക്നീഷ്യന്മാരുടെയും ഒരു യുഗമായിരുന്നു മലയാള സിനിമയിൽ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടൊരു മാറ്റമായിരുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ വരെ ചർച്ച ചെയ്യുന്ന സിനിമകൾ ഇപ്പം മലയാളത്തിൽ വന്നു തുടങ്ങി, പുതിയ സംവിധായകരുടെ സിനിമകൾ. പക്ഷെ ലാലേട്ടൻ മാത്രം പുതിയ സംവിധായകർക്ക് തല വെച്ചു കൊടുക്കാത്തത് ഭയങ്കര ഒരു മണ്ടത്തരായി പോയെന്ന് പ്രേക്ഷകർ സഹിതം പറയുന്നുണ്ടായിരുന്നു. അത് ലാലേട്ടൻ മനസ്സിലാക്കിയിട്ടാണോ എന്താണോ തുടരുന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആ ലാലേട്ടന്റെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മോഹൻലാൽ എന്ന നടൻ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആശിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ് തുടരും. ആ വാക്കിൽ തന്നെയുണ്ട് ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും.